ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ എല്ലാ വിഷയങ്ങളുടെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റേജ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ജസ്റ്റ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന് പറയുന്നതാണ് അല്ലേ, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 8 മാർക്ക് വെയിറ്റേജ് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 മാർക്കിന് ഉറപ്പായിട്ടും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ത് ചെയ്യാറുണ്ട്, SAക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 8 മാർക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 8 മാർക്ക് എന്ന് പറയുമ്പോൾ 8 മാർക്കിന് SAയും ചോദിക്കാറുണ്ട്, എന്നാൽ അതിനേക്കാളും കൂടുതൽ മാർക്കിനും ഒക്കെ വരാറുണ്ട് കേട്ടോ. കാരണം 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ടും പിന്നെ 1 വേർഡ്സ് അങ്ങനെയൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ മാക്സിമം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ മൗര്യൻ എംപയറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന പാഠം. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു 6 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. 6 എന്ന് പറയുന്നത് ഒരു 8 വരെ ഒക്കെ ആകാൻ നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഷോർട്ട് എസ്സേ ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്നതാണ്. സോ ഇതിനകത്ത് 4 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് നമ്മുടെ നമ്മൾ പലതരത്തിലും മറ്റേ മഹാഭാരതത്തെ പറ്റിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ, അങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആ കണക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, പിന്നെ കൂടുതലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. എൻഡോഗമി, എക്സോഗമി എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇനി നാലാമത്തെ ചാപ്റ്റർ തിങ്കേഴ്സ്, ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ് ആണ്. നമ്മുടെ ബുദ്ധിസം, ജൈനിസത്തെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് നാലാമത്തെ പാഠം. അപ്പോൾ ഒരു 4 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. സോ അതിപ്പോൾ ഒരു 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ടോ ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. സോ എന്തായാലും അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 5ാമത്തെ പാഠമാണ്. സോ അവിടെ നമുക്കൊരു 6 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. 6 മാർക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം 8 വരെ പോകും. കാരണം നമ്മുടെ 3 ട്രാവലേഴ്സിനെ പറ്റി നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ ആരെക്കുറിച്ചിട്ട് വേണമെങ്കിൽ 8 മാർക്കിന് SAക്കും ചോദിക്കാം. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു 8 മാർക്ക് കണക്കാക്കി മീൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ഒരു 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യുക. ഇനി 6ാമത്തെ പാഠം എന്ന് പറയുന്നത് ഭക്തി, സൂഫി ട്രഡീഷൻസ് ആണ്. അപ്പോൾ മാക്സിമം വെയിറ്റേജ് വന്നിട്ടുള്ളത് 4 മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കുറേ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. വീരശൈവ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്, ആൾവാസ്, നായനാസ് കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്, ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ, ഷോർട്ട് എസ്സേ ലെവലിൽ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്ന ഇത്രയും ചാപ്റ്റേഴ്സും 6 ചാപ്റ്റേഴ്സും എന്തായാലും നിങ്ങളെല്ലാവരും പഠിക്കേണ്ട തന്നെയാണ് ഈ 6 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ 6 ചാപ്റ്റേഴ്സ്. ഇനി അടുത്ത നമ്മുടെ 7ാമത്തെ പാഠമാണ്, ദറ്റ് ഈസ് സെക്കൻഡ് ടേമിലോട്ട് വരുമ്പോൾ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചിട്ടൊരു 4 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കതൊരു 5 മാർക്കിന് ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ചില സമയത്ത് അത് 8 മാർക്കിനും ചോദിക്കാറുണ്ട്. നമ്മുടെ റോയൽ സെൻറ്റർ, സാക്രഡ് സെൻറ്ററിനെ പറ്റിയിട്ടൊക്കെ SAക്കും ചോദിക്കാറുണ്ട്. സോ എന്തായാലും വിജയനഗരം നിങ്ങൾ ഒരു ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഓക്കെ, ഇനി പെസൻസ്, സെമീദാസ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 8ാമത്തെ പാഠമാണ്. 4 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് പറയുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് എസ്സേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് പോളിറ്റി ത്രൂ കോർട്ട് ക്രോണിക്കിൾസ്. നമ്മുടെ ക്രോണിക്കിൾസിനെ പറ്റി പഠിക്കുന്ന പാഠം അഡീഷണൽ ടെക്സ്റ്റിൽ ആദ്യത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു 8 മാർക്കോളം പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്, കാരണം അതിനകത്തൊരു ലാസ്റ്റ് ടോപ്പിക്കുണ്ട്, ദാറ്റ് ഈസ് മുഗളന്മാരുടെ സംഭാവനകൾ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ട് ഒരു എസ്സേ ടോപ്പിക്കൊക്കെ പഠിക്കുന്നുണ്ട്. സോ അതാണ് മാക്സിമം അവിടെ 8 മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണത് നോക്കിയിട്ട് പോവേണ്ടതാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് കൊളോണിയലിസം ആൻഡ് ദ കൺട്രി സൈഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പഹേരിയാസും സന്താളന്മാരെ പറ്റിയിട്ട് ഒക്കെ, ഡെക്കാൻ കലാപത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് കൊളോണിയലിസം ആൻഡ് ദ കൺട്രി സൈഡ്. സോ അതിനകത്തൊരു 4 മാർക്കോളം പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഷോർട്ട് എസ്സേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കിനൊക്കെയുള്ള ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 1 വേർഡ്സും അങ്ങനെയുള്ള രീതി
രീതിക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി റബൽസ് ആൻഡ് ദ രാജാണ് അടുത്ത ചാപ്റ്റർ. സോ ഇത് 8 മാർക്കോളം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മുടെ 1857 റിവോൾട്ടിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 8 മാർക്കോളം വെയിറ്റേജും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാമല്ലോ എന്തായാലും ഒരു മസ്റ്റാണ്. നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നു എന്ന് പറയുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ട് ഒരു ചോദിച്ചിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് ടേമിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ഇമ്പോർട്ടൻസ് കുറവാണ് എന്നാൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നോക്കിക്കോളൂ. എ കൺട്രി ടോൺ അപ്പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിൽ തന്നെ 2ാമത്തെ ചാപ്റ്ററാണ്. സോ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ 4 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മുടെ ഒരു 4 മാർക്കിന് മേ ബി ആ ഡയറക്റ്റ് ആക്ഷൻ ഡേനെ പറ്റിയിട്ടും പിന്നെ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. ഇനി പ്രീ മോഡേൺ കേരള എന്ന് പറയുന്നതും പിന്നെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, നമ്മുടെ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. വെയിറ്റേജ് കുറവ് തന്നെയാണ്, 4 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതെ, ഒരു മാക്സിമം പോയി 5 മാർക്ക് ആ രീതിക്കൊക്കെ ചോദിക്കാറുള്ളൂ. ഒന്നും ഇതുവരെ അങ്ങനെ അധികമൊന്നും കണ്ടിട്ടില്ല ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊന്നും കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഹിസ്റ്ററിയുടെ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു 2 ടേമിലെ ചാപ്റ്റേഴ്സും എന്തായാലും എല്ലാവരും പഠിക്കുക. കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് പിന്നെ വരുന്ന ഇത്രയും മീൻസ് 2 ടേമിലെയും പോർഷൻസ് ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ചാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാം, നല്ല മാർക്കോടുകൂടി തന്നെ ജയിക്കാൻ പറ്റും. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാരണം കൂടുതൽ വെയിറ്റേജ് വരുന്ന ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ ആണല്ലോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു വെയിറ്റേജ് പറയുമ്പോൾ. എന്തായാലും ഫസ്റ്റിലോട്ടുള്ള ചാപ്റ്റേഴ്സ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോവുക. ലാസ്റ്റിലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്, അതും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. നോക്കൂ, ഇവിടെ നമുക്ക് മൈക്രോയിലെ പോർഷൻസ് ആദ്യം പറയാം. മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചാപ്റ്റർ ആദ്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വെയിറ്റേജ് വരുന്നത് ഒരു 4 മാർക്കൊക്കെയാണ് കേട്ടോ. അതെ, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഒരു കുഞ്ഞു രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി കൂടുതൽ 1 വേർഡ്സ് ഒക്കെ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഇനി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ്. അത് ആ വെയിറ്റേജ് നോക്കിക്കോളൂ, 12ഓളം മാർക്ക് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കൃത്യം 12 മാർക്കിന് തന്നെ ചോദിക്കും എന്നുള്ള രീതിയിലല്ല, ഒരു ഏകദേശ കണക്കായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിൽ 12 പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മാക്സിമം ടോപ്പിക്സും പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. നമ്മൾ ഡിമാൻഡിനെ പറ്റിയിട്ടും ബഡ്ജറ്റ് ലൈനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് കേട്ടോ. ഇനി 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. ഒരു 8 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ഒരു എസ്സേ ചോദ്യമൊക്കെ വരുന്നുണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, കോസ്റ്റിൻ്റെ കണക്ക് നമുക്ക് എസ്സേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് തന്നെയാലും 8 മാർക്കിന് അപ്പുറം നമുക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ അടുത്ത 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദി തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്. സോ ഒരു 10 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു എസ്സേ ടോപ്പിക്കാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോൾ എസ്സേക്ക് എന്ന് പറയുമ്പോൾ എസ്സേക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ 5 മാർക്കിന് ഷോർട്ട് എസ്സേക്ക് അത് വരാം. പിന്നെ വേറെയും പല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിനകത്ത് കിടക്കുന്നുണ്ട്. സോ എന്തായാലും അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ഒരു 6 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ പ്രൈസ് സീലിംഗ്, എന്താ പറയുക, ഫ്ലോർ പ്രൈസിനെ പറ്റിയിട്ടും ഒക്കെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് എസ്സേക്കും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം മൈക്രോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മാത്രം അത് പിന്നെ കുറച്ച് കുഞ്ഞു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനേ ഉള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സും ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് പോവേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നന്നായിട്ട് വരാറുമുണ്ട്. ഓക്കെ, ദെൻ മാക്രോ എക്കണോമിക്സിലോട്ട് പോകുന്ന ടൈമിൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെയും ഒരു കുഞ്ഞു ചാപ്റ്റർ ആദ്യം പഠിക്കുന്നുണ്ട്. സോ ഒരു 3 മാർക്കൊക്കെയാണ് വെയിറ്റേജ് പറയുന്നത്. 3 എന്ന് പറയുമ്പോൾ ഒരു 4 മാർക്ക് ഒക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അവിടെ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഒക്കെ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്കത് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 2ാമത്തെ ചാപ്റ്ററാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ, 12 മാർക്കോളം വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ ക്വസ്റ്റ്യൻ അവിടെ ഇമ്പോർട്ടൻ്റ്? നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആണ് അല്ലേ.
പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 8 മാർക്കിൻ്റെ എന്താണ് പറയുക നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ എന്ത് തന്നെയാലും ഈ ഒരു ചാപ്റ്റർ അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ കൃത്യമായിട്ട് അതെല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക. നാഷണൽ ഇൻകം കാൽക്കുലേഷൻ മാത്രമല്ല വേറെയും കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി മണി ആൻഡ് ബാങ്കിങ് അടുത്ത് വരുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ്. മാക്രോയ്ക്കകത്തെ 6 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു 8 മാർക്ക് വരെ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ മോണിറ്ററി പോളിസിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എസ്എ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മണി ആൻഡ് ബാങ്കിങ് നിങ്ങൾ അത്രയും വെയിറ്റേജ് കൊടുക്കണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. ഒരു 7 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഷോർട്ട് എസ്സേ ലെവലിലുള്ള കാര്യങ്ങളും ഇപ്പോൾ 7 മാർക്ക് എന്ന് പറയുമ്പോൾ 8 മാർക്ക് ലെവലിലും പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഒരു 6 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് എസ്സേ ലെവലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി 6ാമത്തെ ചാപ്റ്റർ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് ആണ്. ഒരു 6 മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോർട്ട് എസ്സേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും അതിനകത്തുനിന്ന് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ പറയുമ്പോൾ ഇപ്പോൾ മൈക്രോയ്ക്കകത്തെ 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്ററൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോയ്ക്കകത്തെയും 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മീൻസ് എന്താ പറയുക, എല്ലായിടത്തുനിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വെയിറ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാരണം നമുക്കൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് നിർത്താനൊന്നും പറ്റത്തില്ല. എല്ലാത്തിലും അത്യാവശ്യം ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് അനുസരിച്ചുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ എന്താണ് മാക്സിമം നിങ്ങൾ പറ്റുന്ന പോലെ പഠിക്കുക. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന കാര്യം, മൈക്രോയ്ക്കകത്തെ 2ാമത്തെ ചാപ്റ്ററും മാക്രോയിലെ 2ാമത്തെ ചാപ്റ്ററൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അത്രയും വെയിറ്റേജ് ഉള്ളതാണ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൊളിറ്റിക്സിലുള്ള വെയിറ്റേജ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി പൊളിറ്റിക്കൽ സയൻസിലെ നമുക്ക് വെയിറ്റേജ് നോക്കാം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയൊന്ന് നോക്കുക. ചാപ്റ്ററിൻ്റെ നെയിം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ വെയിറ്റേജ് പറയുന്നത് കേട്ടോ. സോ നോക്കിക്കോളൂ. ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് നമ്മുടെ പാർട്ടീഷൻ ബേസ് ചെയ്ത് പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ദറ്റ് ഈസ് 8 മാർക്കോളം പോകും കേട്ടോ. കാരണം നമ്മുടെ പാർട്ടീഷനൊക്കെ എസ്സേക്ക് വരുന്ന ടോപ്പിക്കാണെന്നല്ലോ. ഇനി 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആണ്. അതിനകത്തൊരു 4 മാർക്കോളം വെയിറ്റേജ്, കൂടുതലും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. മറ്റേ പാർട്ടീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, സ്വതന്ത്ര പാർട്ടിയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷോർട്ട് എസ്സേക്കൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നുണ്ടാവുക. ഇനി 3ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാന്റ് ഡെവലപ്മെൻ്റ് ആണ്. സോ ഒരു 5 മാർക്കാണ് ഇവിടെ നമുക്ക് വെയിറ്റേജ് ടോട്ടൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മീൻസ് ഒരു ഷോർട്ട് എസ്സേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ 5 ഇയർ പ്ലാൻസും ഗ്രീൻ റെവല്യൂഷനൊക്കെ പറ്റിയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് പൊതുവേ ചോദിക്കുന്നതുമാണ് കേട്ടോ. ഇനി 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ് ആണ്. 5 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 എന്ന് പറയുന്നത് ഒരു 6 8 ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ചൈന വാറിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ്. സോ അത് എന്തായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം ആണ്. 5 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. കുറേ ഷോർട്ട് എസ്സേകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എമർജൻസിയൊക്കെ എസ്സേ ടോപ്പിക്കാണ്. 6 മാർക്കോടെ വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. 8 മാർക്ക് വരെ പോവും. അത് ഇമ്പോർട്ടൻ്റ് ആണ് 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ആണ് 7ാമത്തെ ചാപ്റ്റർ. ഒരു 3 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. 3, 4, 5 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ അടുത്ത നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ റീജിയണൽ ആസ്പിറേഷൻസ് ആണ്. 5 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ 5 എന്ന് പറയുമ്പോൾ അതൊരു 8 ആവാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ പോലുള്ള ടോപ്പിക്കൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. 8 മാർക്കിൻ്റെ എസ്സേ ലെവലിലൊക്കെ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റീജിയണൽ ആസ്പിറേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എസ്സേ വരുന്ന ചാപ്റ്ററാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. ഒരു 4 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 5 മാർക്ക് ആ ഒരു ഷോർട്ട് എസ്സേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുനിന്ന് കൂടുതലും വരുന്നത് കേട്ടോ. എസ്സേ ഒന്നും അതിനകത്തുനിന്ന് അങ്ങനെ ചോദിക്കാറില്ല. കൂടുതലും ഷോർട്ട് എസ്സേ ലെവൽ ഒരു 5 മാർക്കിനൊക്കെയാണ് അതിനകത്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് 1 വരുന്ന ചാപ്റ്റേഴ്സൊക്കെയും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിക്കുക. 4th ചാപ്റ്റർ, 6th ചാപ്റ്റർ, അതുപോലെ തന്നെ 5ാമത്തെ പാഠം, പിന്നെ 8ാമത്തെ പാഠം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ.
ഇനി നമുക്ക് അടുത്ത വേൾഡ് പൊളിറ്റിക്സിലോട്ട് പോകുന്ന ടൈമിൽ ദ എറ ഓഫ് കോൾഡ് വാർ ആണ് ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കോൾഡ് വാറിനൊക്കെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ്. 3 മാർക്കോളം വെയിറ്റേജ് ആണ് പറയുന്നത്. യെസ്, ഒരു 3-4 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും അതിനകത്ത് നിന്ന് വരുന്നതാണ്. ഇനി ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി ഒരു 5 മാർക്കോളം പറയുന്നുണ്ട്. സോ നമ്മുടെ USSRൻ്റെ ഡിസിൻറ്റിഗ്രേഷനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. 5 എന്ന് പറയുന്ന ഒരു 8 മാർക്കോളം നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഒരു essay ലെവലിൽ തന്നെ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുക. ഇനി US ഹെജ്മണി എന്ന് പറയുന്നത് 4 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് എന്താ പറയുക, ഒരു ഷോർട്ട് എസ്സേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളവിടെ USൻ്റെ ഹെജ്മണി, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, കൾച്ചറൽ പവർ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. സോ അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ നോക്കേണ്ടത്. ഇനി 4ാമത്തെ ചാപ്റ്റർ കണ്ടംപററി സെൻറ്റേഴ്സ് ഓഫ് പവറാണ്. സോ അതും ഒരു 6 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഇനി അടുത്ത 5ാമത്തെ ചാപ്റ്റർ കണ്ടംപററി, പിന്നെ 4ാമത്തെ ചാപ്റ്റർ 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 മാർക്കോളം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി 5ാമത്തെ ചാപ്റ്റർ കണ്ടംപററി സൗത്ത് ഏഷ്യയാണ്. സൗത്ത് ഏഷ്യ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് 6ാമത്തെ ചാപ്റ്ററാണ്. 5 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ UN-ൻ്റെ ചാപ്റ്ററാണ്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം UN-ന് ഉണ്ടാകുന്ന റിഫോംസ് ഒക്കെ 8 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, ഇനി 7ാമത്തെ ചാപ്റ്റർ സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ് ആണ്. ഒരു 3 മാർക്കൊക്കെ തന്നെയാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്നാലും നമുക്ക് അതിനകത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി 8ാമത്തെ ചാപ്റ്റർ എൻവിയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. സോ എന്താണ് 4 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി 9ാമത്തെ ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ ആണ്. ഒരു 3 മാർക്കാണ് ഇവിടെ നമുക്ക് ഒരു വെയിറ്റേജ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗ്ലോബലൈസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനകത്ത് അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ആ രീതിക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഏതാണ് സോഷ്യോളജിയുടെ വെയിറ്റേജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ സോഷ്യോളജിയാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി ആണ്. നമുക്കറിയാമല്ലോ സോഷ്യോളജിക്ക് +2-ന് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 4 മാർക്കോളം വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അത് ആ രീതിക്ക് നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഒരു കാര്യം കൂടി, അഡീഷണൽ ടെക്സ്റ്റ് ഇനി ആരെങ്കിലും എന്താ പറയുക പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി 2ാമത്തെ ചാപ്റ്റർ ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഒരു 6 മാർക്കോളം വെയിറ്റേജ് ഇട്ടിട്ടുണ്ട്. യെസ്, ഒരു 6 മാർക്ക് എന്ന് പറഞ്ഞാൽ 8 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം essay. കാരണം നമ്മുടെ മാൽത്തൂസിയൻ തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ വരുന്നത്. സോ അതിനകത്ത് നമുക്കൊരു 5 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. ഷോർട്ടസ്റ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി 4ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് എസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ മാർക്കറ്റിനെ റിലേറ്റ് ചെയ്ത് ഷോർട്ടസ്റ്റ് ടോപ്പിക്സ് ആണ് കൂടുതലും പഠിക്കുന്നത്. നമ്മൾ 5 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനിക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്ററാണ്. 8 മാർക്കോളം ഇവിടെ വെയിറ്റേജ് ഇട്ടിട്ടുണ്ട്. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essay ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനിക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് essay മീൻസ് essayയും വരാം, ഷോർട്ട് essay റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സും വരാറുണ്ട്. ഇനി ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ് അടുത്ത 6ാമത്തെ ചാപ്റ്റർ. 7 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ഒരു 8 മാർക്ക് വരെ essayക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ എന്തായാലും അത്യാവശ്യം വെയിറ്റേജ് വരുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ചാപ്റ്റേഴ്സിനും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത 2ാമത്തെ പാർട്ടിലോട്ട് പോകുമ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച് പഠിക്കുന്നുണ്ട്. സോ അതൊരു 5 മാർക്കോളാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് 5 എന്ന് പറയുന്ന ഒരു 6 8 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കൾച്ചറൽ ചേഞ്ചും 5 മാർക്ക് തന്നെയാണ് സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 6 മാർക്കോളം വെയിറ്റേജ് ഉണ്ട്. 8 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പഞ്ചായത്തി രാജൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. ഇനി ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി 5 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി 6 മാർക്ക് മീൻസ് ഒരു 8 മാർക്കൊക്കെ വരെ നമുക്ക് എന്തായാലും പോകുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. ഒരു 5 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ലെവലിൽ ഒരു 6 മാർക്കോ ഒക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത്. 5 മാർക്കൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെലിവിഷൻ റേഡിയോ ഒക്കെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. ആ ചാപ്റ്റർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകും. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇനി സോഷ്യൽ മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ് എന്താ പറയുക
അതുകൊണ്ട് നമുക്കത് വെയിറ്റേജ് കുറവാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടത്. 8 മാർക്കോളം വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മൂവ്മെൻറ്റ്സിന് അത്യാവശ്യം കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എല്ലാ തവണയും. സോ അത് എല്ലാവരും നിർബന്ധമായിട്ടും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ളത് തന്നെ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, പിന്നെ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്തിട്ട് തന്നെ പോകാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കടുത്ത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് നമുക്ക് നോക്കാം. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ വെയിറ്റേജ് ആണ്. നോക്കിക്കോളൂ, ഇവിടെ യൂണിറ്റ് വൈസ് ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 5 യൂണിറ്റ്സ് ആണ് +2 പഠിക്കാനുള്ളത്. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, നമുക്കതിനകത്ത് എന്താ പറയുക, ഒരു 4ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ടല്ലോ. സോ അതിനകത്ത് നോക്കിക്കോളൂ, 24ഓളം വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. 24 മാർക്കോളം പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. നമ്മുടെ മാച്ച് ബോക്സ് ആയിക്കോട്ടെ, ക്രിസ്റ്റീൻ ലേക്കാർഡയുടെ സ്പീച്ച് ആയിക്കോട്ടെ, എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി ഹൈറ്റ്സ് ഓഫ് ഹാർമണിയാണ് രണ്ടാമത്തെ യൂണിറ്റ്. 18 മാർക്കോളമാണ് ടോട്ടലി അതിൻ്റെ ഒരു വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിറ്റ് തന്നെയാണ് കേട്ടോ. ഇനി ചാലഞ്ചസ് ഓഫ് ലൈഫാണ് മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്. 22 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇർഫാൻ അലാമിൻ്റെ ചാപ്റ്ററും ദീദിയും ഷഹീൻ മിസ്രിയുടെ ദീദിയും ഒക്കെ പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. സ്റ്റാമറൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുനിന്ന് വരാറുണ്ട്. ഇനി ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. 30 മാർക്കോളം അവിടെ വെയിറ്റേജ് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസും വങ്കാരി മദായിയുടെ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് ആ ഒരു യൂണിറ്റിൽ. ഓക്കെ, അപ്പം 30 മാർക്കോളം അവിടെ വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇനി ദ ലൈറ്റർ സൈഡ് എന്ന് പറയുന്ന ഒരു 10 മാർക്കോളം, മീൻസ് ലാസ്റ്റത്തെ യൂണിറ്റാണ്. 10 മാർക്കോളമാണ് വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ലാസ്റ്റത്തെ യൂണിറ്റിനാണ് അത്യാവശ്യം വെയിറ്റേജ് കുറഞ്ഞു നിൽക്കുന്നത്. ബാക്കി 4 യൂണിറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഫസ്റ്റും തേർഡും പിന്നെന്താ ഫോർത്ത് എന്നൊക്കെ പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പഠിക്കേണ്ടതാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ മലയാളത്തിലെയാണ് കേട്ടോ. മലയാളത്തിലും യൂണിറ്റ് വൈസാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എഴുത്തകമാണല്ലോ. ഓക്കെ, അപ്പം എഴുത്തകത്തിൽ ഒരു 34 മാർക്കോളം നമ്മുടെ വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. എഴുത്തകത്തിൽ നിന്ന് എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 34 മാർക്കോളം വെയിറ്റേജ് പറയുന്നുണ്ടല്ലോ. ഇനി തനതിടമാണ് രണ്ടാമത്തെ യൂണിറ്റ്. 28 മാർക്കോളം വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി ദർപ്പണം നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ബേസ് ചെയ്ത് വരുമ്പോൾ 20 മാർക്കോളം പറയുന്നുണ്ട്. 4ാമത്തെ യൂണിറ്റ് മാധ്യമത്തിൽ 14 മാർക്ക്. അവതർപ്പണം 5ാമത്തെ യൂണിറ്റിൽ ഒരു 6 മാർക്ക്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് യൂണിറ്റുകളെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. എനിക്കൊരു ഡൗട്ട്, ഈ അവതർപ്പണം എന്ന് പറഞ്ഞിട്ട് അവതരണം ഓക്കെ, അതാണ് ഞാനിങ്ങനെ വായിച്ചിട്ട് അവതരണം. ഓക്കെ, സോ എന്താണ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകട്ടെ. ഫസ്റ്റിലോട്ടുള്ളത് പ്രത്യേകിച്ചും ആദ്യത്തെ 2 യൂണിറ്റ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മലയാളം ബേസ് ചെയ്തിട്ട് പറയേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ, ഇത് ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റേജ് പറഞ്ഞു തരുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് ചിലപ്പോൾ കുറച്ചൊക്കെ കൂടാം, കുറച്ച് കുറയാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഒരു യൂഷ്വൽ പാറ്റേൺ അനുസരിച്ച് ഉള്ളൊരു വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു വെയിറ്റേജ് അറിഞ്ഞു വെച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മീൻസ് അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ്, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും ഈ ഒരു വെയിറ്റേജ് മനസ്സിലാക്കുന്നതിലൂടെ. അപ്പോൾ ആ ഒരു ധാരണ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.